എങ്ങോട്ടാ പോകുന്നേ? അപ്പു, നീ പറയല്ലേ എപ്പോഴും ചോക്ലേറ്റ് വേണം ചോക്ലേറ്റ് വേണം. ഇന്ന് അതിന്റെ രഹസ്യം, ചോക്ലേറ്റിന്റെ രഹസ്യം എന്താന്ന് അപ്പൂപ്പൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ചോക്ലേറ്റ് കമ്പനി കാണിച്ചു തരാം. ചോക്ലേറ്റ് കമ്പനികളാണ് ഉണ്ടാക്കുന്നതെങ്കിലും ചോക്ലേറ്റ് ഉണ്ടാക്കേണ്ട സാധനം നമ്മൾ കൃഷിക്കാര് ഉൽപ്പാദിപ്പിച്ച് അവർക്ക് കൊടുക്കണം കേട്ടോ. ഇന്ന് എനിക്ക് ഞാൻ ചോക്ലേറ്റിന്റെ മരം കാണിച്ചു തരാം. ചോക്ലേറ്റിന്റെ മരത്തിന്റെ പേരെന്താ? ഒക്കെ ഇപ്പൊ നേരിട്ട് കാണിച്ചു തരാം. അപ്പോ ഇതൊക്കെ കൊക്കോ മരങ്ങളാണ്, കൊക്കോ ചെടികളാണ് ഇതൊക്കെ കേട്ടോ. ഇതിലെ കായ മൂത്ത് പഴുത്ത് അതിലെ കുരു നമ്മൾ പറിച്ചെടുത്ത് ഉണക്കി മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും കേട്ടോ. അങ്ങനെ അത് കമ്പനികൾ വാങ്ങിയിട്ട് അതിൽ നിന്ന് സംസ്കരിച്ച് വേർതിരിച്ചെടുക്കുന്നതാണ് കാഡ്ബറീസും ചോക്ലേറ്റും ഒക്കെ കേട്ടോ. വേണ്ട വിധം പഞ്ചസാരയും മറ്റുമൊക്കെ ചേർത്ത് നല്ല രുചികരമായിട്ട് കമ്പനികൾ നമുക്ക് ഉണ്ടാക്കി തരും. ഇതൊക്കെ ചോക്ലേറ്റ്, ഇതൊക്കെ ഞാൻ കഴിക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട, ഇത് പഴുത്തിട്ടില്ല അപ്പൂ. അപ്പൊ ചോക്ലേറ്റുകളെല്ലാം നമ്മളല്ലേ ചെയ്യുന്നത്? അതേ മോനെ അപ്പൂ, കൃഷിക്കാരില്ലാതെ എന്ത് ചോക്ലേറ്റ്? നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഇല്ലെങ്കിൽ ഇവർക്കൊന്നും ഒരു സാധനം ഉണ്ടാക്കാൻ കഴിയില്ല. ഈ ഇതും കൊണ്ട് നമ്മള് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? പിന്നല്ലാതെ, വീട്ടിൽ നമുക്ക് ഇതുകൊണ്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാം. അതിന് ഹോം മെയ്ഡ് ചോക്ലേറ്റ് എന്നാ പറയാ കേട്ടോ. അതിനെ പറ്റി അപ്പൂപ്പൻ മറ്റൊരു അവസരത്തില് പറഞ്ഞു തരാം കേട്ടോ.